ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് പില്ലേഴ്സ് ഓഫ് ഹെൽത്ത് നമ്പർ 4 എനർജറ്റിക് ബ്രീത്ത്. നമുക്കെല്ലാവർക്കും അറിയാം ബ്രീത്ത് അല്ലെങ്കിൽ ശ്വാസം. നമുക്ക് ശരിക്കും ശ്വാസത്തിനെ ശക്തിപ്പെടുത്തേണ്ടത് നമുക്ക് വളരെ അത്യന്താപേക്ഷിതമാണ്. നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു താളം, അത് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് ശ്വാസം പോകുന്നതും പുറത്തേക്ക് ഇറങ്ങുന്നതും ഒക്കെ ഒരു പ്രത്യേക ഋതത്തിലൂടെയാണ് അത് പോകുന്നത്. അപ്പൊ അതിനെ നമുക്ക് കൂടുതൽ ശക്തിപ്പെടുത്താനായിട്ട് നമുക്ക് ചില ബ്രീത്ത് എക്സസൈസുകൾ നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അതിൽ പ്രധാനമായിട്ട് നമുക്ക് ഈ സുപ്രഭാത് മെഡിറ്റേഷൻ, ഈ രാവിലെ ചെയ്യുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു മെഡിറ്റേഷൻ ആണ് ഈ സുപ്രഭാത് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അത് നിങ്ങൾ ഗൂഗിളിൽ യൂട്യൂബിൽ കയറിയിട്ട് നിങ്ങളത് സെർച്ച് ചെയ്താൽ കിട്ടും. സുപ്രഭാത് മെഡിറ്റേഷൻ എന്ന് അടിക്കുമ്പോൾ നമുക്ക് ആ സാധനം വരും. അതിനകത്ത് 5 സ്റ്റേജസിൽ അത് പ്രവർത്തിക്കുന്നുണ്ട്. അത് എങ്ങനെയൊക്കെയാണ് ഓരോ സംഗതികൾ പോകുന്നത്. ഇപ്പൊ ഞാൻ 1-2 സൂചിപ്പിക്കാം. ഒന്നെന്ന് പറയുന്നത് നമുക്ക് അനുലോം വിലോം പ്രാണായാം എന്ന് പറയും. അതായത് നമ്മുടെ ശ്വാസത്തിന്റെ ഗതിയെ നിയന്ത്രിക്കാനായിട്ടുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഇത്. എല്ലാ ദിവസവും റെഗുലർ ആയിട്ട് നമ്മൾ രാവിലെ ഇത് പ്രാക്ടീസ് ചെയ്താൽ നമ്മുടെ വോക്കൽ സ്ട്രെങ്തും ഓട്ടോമാറ്റിക്കായിട്ട് വർദ്ധിക്കും. അപ്പൊ അതിന്റെ ഒരു ശരിക്കുള്ളൊരു സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ തമ്പ് നെയിൽ കൊണ്ട് വലത് നോസ്ട്രിൽ, അതായത് വലത് മൂക്കിനെ അടച്ചു പിടിക്കുക. അതിനുശേഷം ഇടത് മൂക്ക് കൊണ്ട് ശ്വാസം എടുക്കുക. ശ്വാസം എടുത്ത് ഹോൾഡ് ചെയ്തുകൊണ്ട് റിംഗ് ഫിംഗർ കൊണ്ട് നമ്മുടെ മൂക്കിനെ കംപ്ലീറ്റ് ക്ലോസ് ചെയ്യുക. ഈ ക്ലോസ് ചെയ്ത സമയത്ത് ബ്രീത്ത് ഹോൾഡ് ചെയ്തിരിക്കണം. അതിനുശേഷം ഒരു 10 സെക്കൻഡ് ബ്രീത്ത് ഹോൾഡ് ചെയ്തതിന് ശേഷം റൈറ്റ് നോസ്ട്രിൽ വഴി ശ്വാസം പുറത്തേക്ക് വിടണം. അതിനുശേഷം റൈറ്റ് നോസ്ട്രിൽ വഴി ശ്വാസം എടുക്കണം, ഇൻഹെയിൽ ചെയ്യണം. അതിനുശേഷം വീണ്ടും റൈറ്റ് നോസ്ട്രിൽ ക്ലോസ് ചെയ്തിട്ട് ലെഫ്റ്റ് നോസ്ട്രിൽ വഴി എക്സൈൽ ചെയ്യണം, ശ്വാസം പുറത്തേക്ക് വിടണം. തിരിച്ച് വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യാം. റൈറ്റ് നോസ്ട്രിൽ വഴി ശ്വാസം എടുത്ത് ഹോൾഡ് ചെയ്യുക, ലെഫ്റ്റ് 10 സെക്കൻഡ് ഹോൾഡ് ചെയ്തതിനു ശേഷം ലെഫ്റ്റ് നോസ്ട്രിൽ വഴി അത് പുറത്തേക്ക് വിടുക. ഇതൊരു പവർഫുൾ ആയിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്ന ഒരു സിസ്റ്റമാണ്. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത്, അത് ഈ ഹൈ BP ഒക്കെ ഉള്ളവർ, ഹാർട്ട് സംബന്ധമായിട്ടുള്ള പ്രോബ്ലം ഉള്ളവരൊന്നത് ചെയ്യാണ്ടിരിക്കുക. ഒരു സക്കിംഗ് ഫോർമാറ്റ് ആണ്. നമ്മളിങ്ങനെ ബ്രീത്ത് എടുക്കുമ്പോഴേക്കും, ഇങ്ങനെ ബ്രീത്ത് എടുത്തിട്ട് വിടുമ്പോഴേക്കും നമ്മൾ ഒന്ന് ഈ നമ്മുടെ പൊക്കിളിന്റെ ഭാഗം ഒന്ന് സ്ട്രെസ് ചെയ്ത് വിടുക. അപ്പൊ അത് നമുക്ക് കുറച്ച് കൂടുതൽ അതിനെ പവർഫുൾ ആക്കാനായിട്ട് സാധിക്കും. താങ്ക് യു.